കേന്ദ്ര സർക്കാരിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ്. കുറേ വർഷങ്ങളായി നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയുമാണ് പാർട്ടിയിലെ എതിരാളികൾ. അതിപ്പോൾ പരസ്യമായ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർണായക ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ 20 പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതിൽ BJP നേതൃത്വത്തിന് അതൃപ്തി കൂടിയിരിക്കുന്നു. ഗഡ്കരി അടക്കം 20 BJP MP-മാരാണ് ലോകസഭയിലെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. നമുക്കറിയാം, 2014 ശേഷം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ മോദി എതിരില്ലാത്ത തരത്തിൽ ഈ രാജ്യത്ത് മുന്നേറിയിരുന്നു, പ്രത്യേകിച്ച് അവരുടെ പാർട്ടിയിൽ. എന്നാൽ RSSന്റെ നോമിനിയായ ഗഡ്കരിയെ ഒതുക്കാൻ ശ്രമിക്കുകയും ബി.ജെ.പിയിൽ എതിരില്ലാത്തൊരു രാജാവായി നരേന്ദ്രമോദി നിൽക്കുകയും ഒക്കെ ചെയ്ത ആദ്യത്തെ ഒരു 8-9 വർഷം മോദി പരിസരം മറന്നു. BJPയുടെ അധ്യക്ഷൻ JP നഡ്ഡയെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അമിത്ഷായെയും കൂട്ടി RSSനെതിരെ തന്നെ നീക്കം തുടങ്ങി. BJP സ്വയം പര്യാപ്തമാണെന്നും RSSന്റെ പിന്തുണ ഇനി ഇവിടെ ആവശ്യമില്ല എന്നുവരെ അവർ പറയുകയും ചെയ്തു. അന്ന് കണ്ണുവച്ചതാണ് മോദിയെ RSS. UP-യിലും മഹാരാഷ്ട്രയിലും കനത്ത തോൽവി നൽകിക്കൊണ്ട് BJPയെ കേവല ഭൂരിപക്ഷമില്ലാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടിച്ചിരുത്തുകയും ചെയ്തത് ഇതുകൊണ്ടാണ് RSS. മൂന്നാമതും മനസ്സില്ലാ മനസ്സോടെ RSS പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിയെ അവരോധിച്ചു. ഏത് സമയവും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ RSS തയ്യാറായി എന്നുള്ളതിൻ്റെ സൂചനയാണ് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അതായത് BJPയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിന്ന് നിതിൻ ഗഡ്കരി ഉൾപ്പെടെ 20 പ്രമുഖ BJP MP-മാരാണ് വിട്ടുനിന്നത്. ഇത് ഈ രാജ്യത്തിന്റെ ലക്ഷ്യമല്ലെന്നും BJPയുടെ പദ്ധതിയല്ലെന്നും നരേന്ദ്രമോദിയുടെ മാത്രം പിടിവാശിയാണെന്നും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗഡ്കരിയും സംഘവും പണി കൊടുത്തത്. സാധാരണ മോദിയുടെ ജൽപ്പനങ്ങളും അപ്രമാദിത്വവും എല്ലാം ഒറ്റയ്ക്കിരുന്ന് നോക്കിക്കാണുന്ന ഗഡ്കരി വ്യക്തമായ എതിർ ശബ്ദം എന്നുള്ള രീതിയിൽ ആദ്യമായി ആളെ കൂട്ടി കളി തുടങ്ങിയിരിക്കുകയാണ്. ലോകസഭയിലെ വോട്ടെടുപ്പിനെത്താതിരുന്നത് അതിൻ്റെ ആദ്യ സൂചന നൽകുകയാണ്. അതോടെ പാസാക്കാൻ കഴിയാതെ ബില്ല് പരിഗണിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ ശൈത്യകാല സമ്മേളനം തീരും മുൻപ് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. 467 MP-മാരാണ് ഇന്നലെ ആകെ ലോകസഭയിൽ എത്തിയത്. അതിൽ 260-നടുത്ത് MP-മാർ ബില്ലിനെ പിന്തുണച്ചു. ബില്ല് പാസാക്കുന്നതിന് പര്യാപ്തമായ സംഖ്യ ഉണ്ടാവില്ല എന്നതാണ് BJPയുടെ നിലവിലെ പ്രതിസന്ധി. നിർണായകമായ ഒരു ബില്ല് അവതരിപ്പിച്ച ഇന്നലെ BJPയുടെ 20 MP-മാർ സഭയിൽ എത്താതിരുന്ന ഗഡ്കരിയും RSSും കൊടുത്ത പണി എന്നുറപ്പായതോടെ പൂർണ്ണമായും നരേന്ദ്രമോദി പ്രതിസന്ധിയിലാവുകയാണ്. അതായത് ബില്ല് പാസാക്കാൻ ലോകസഭയിൽ തന്നെ 364 MP-മാർ വേണമെന്നിരിക്കെ എല്ലാം കൂട്ടി NDA മുന്നണിക്ക് ആകെയുള്ളത് 298 പേർ മാത്രമാണ്. 298 പേർ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ 20 MP-മാർ തന്നെ വിട്ടുനിന്നതോടെ മോദിയുടെ ഉള്ള പ്രതീക്ഷകളും തകരുകയാണ്. ആളെ കിട്ടും ബില്ല് പാസാക്കാൻ എന്നൊക്കെ കരുതിയ നരേന്ദ്രമോദിക്ക് ഉള്ള ആളുകൾ പോകുന്ന ഒരു സംഭവം കണ്ട് സമനില തെറ്റിയൊരവസ്ഥയിലായി മാറിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് വിട്ടുനിന്നിരിക്കുന്നത്. നിതിൻ ഗഡ്കരിയോടൊപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ, ചന്ദനു താക്കൂർ, ജഗദംബിക പാൽ, BY രാഘവേന്ദ്ര, വിജയ് ബാഖേൽ, ഉദയരാജ് ബോൺസ്ലെ, ജഗ്നാഥ് സർക്കാർ, ജയൻകുമാർ റോയ്, V സോമണ്ണ, ചിന്താമണി മഹാരാജ് തുടങ്ങിയ പ്രമുഖരാണ് പങ്കെടുക്കാതിരുന്നത്. ഇവരെല്ലാം തന്നെ RSSുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണെന്ന് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് BJP കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. MP-മാർ പങ്കെടുക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര നേതൃത്വം. എല്ലാവരോടും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും പങ്കെടുക്കാത്തതിൽ ഉടലെടുത്തിരിക്കുന്ന അതൃപ്തി BJP RSS യുദ്ധത്തിലേക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ കസേര മാറ്റത്തിലേക്കും വരെ എത്തിയേക്കാം എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്.